ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും. വകതിരിവ് നിന്നെ കാക്കും, വിവേകം നിന്നെ സൂക്ഷിക്കും. അത് നിന്നെ ദുഷ്ടൻ്റെ വഴിയിൽ നിന്നും വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും. അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയുകയും ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുകയും ദുഷ്ടൻ്റെ വികടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരും ചൊവ്വല്ലാത്ത പാതയിൽ നടക്കുന്നവരുമാകുന്നു. പ്രിയമുള്ളവരെ, ബൈബിൾ പലപ്പോഴും ജീവിതത്തെ ഒരു യാത്രയോട് ഉപമിക്കുന്നു. യേശു ജീവിതത്തെ ഒരു യാത്രയോട് ഉപമിച്ചു. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക, വിശാലമായ കവാടമോ എളുപ്പമുള്ള വഴിയോ തിരഞ്ഞെടുക്കരുത്. പലരും അങ്ങനെ പോകുന്നു. എളുപ്പവഴി മരണത്തിലേക്ക് നയിക്കുന്നു. ചെറിയ കവാടവും ഇടുങ്ങിയ വഴിയും നോക്കുക. കുറച്ചാളുകൾ മാത്രമേ അത് കണ്ടെത്തുന്നുള്ളൂ, പക്ഷേ അത് ജീവിതത്തിലേക്ക് നയിക്കുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകവും 2 വഴികളെക്കുറിച്ച് പറയുന്നു. 13-ാം വാക്യത്തിൽ, ദുഷ്ടന്മാർ ഇരുണ്ട പാതകളിൽ നടക്കുന്നു, അവർ വെളിച്ചത്തിൽ നിന്ന് ഒളിച്ചോടുന്നു, കാരണം വെളിച്ചം അവരുടെ മോശമായ പെരുമാറ്റം കാണിക്കും. 15-ാം വാക്യത്തിൽ, ദുഷ്ടമനുഷ്യൻ തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കുന്നുവെന്ന് സോളമൻ പറയുന്നു. ഇരുട്ടിൽ തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നത് എളുപ്പമാണ്. ഈ തെറ്റായ വഴി അവരുടെ മോശം പെരുമാറ്റം ആണ്. മരണത്തിലേക്കും നരകത്തിലേക്കും നയിക്കുന്ന പാത പോലെയാണ് അവരുടെ പെരുമാറ്റം. നാം ദൈവത്തിൻ്റെ ജ്ഞാനം പിന്തുടരുകയാണെങ്കിൽ നമ്മുടെ പാതകൾ നല്ലതാണ്. ശരിയായ വഴി തിരഞ്ഞെടുക്കുന്ന സഞ്ചാരികളെ പോലെയാണ് നമ്മൾ. നാം എവിടേക്കാണ് പോകുന്നതെന്ന് നാം അറിഞ്ഞിരിക്കണം. നാം നീതിപൂർവം പ്രവർത്തിക്കണം. നമ്മുടെ തീരുമാനങ്ങൾ നല്ലതായിരിക്കണം. ജീവിതയാത്രയ്ക്കുള്ള ശരിയായ വഴിയാണിത്. അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്നു. ജീവൻ്റെ വഴി തിരഞ്ഞെടുക്കുക.